അരുൺകുമാർ, ഏതായാലും ആ പാരടിപ്പാട്ടിലൂടെ ചോദിച്ചതാണ് പോറ്റിയെ കയറ്റിയത് ആര് എന്നുള്ള ചോദ്യം. പോറ്റിയെ കയറ്റിയത് ആരൊക്കെയാണെന്നുള്ളത് നേരത്തെ വന്ന ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കുകയും ചെയ്തു. ഏതായാലും ചോദ്യം ഇപ്പോൾ അടൂർ പ്രകാശിൻ്റെ മേളിലേക്ക് വരികയാണ്. അടൂർ പ്രകാശ് എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയത്? ആരൊക്കെയാണ് ഇതിന് നേതൃത്വം വഹിച്ചത്? ദില്ലി കണക്ഷനിലേക്ക് പോവുകയാണോ സ്വർണ്ണമോഷണ കേസ്? പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അതിശക്തമായിട്ടുള്ള അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുകയാണല്ലോ. 11 തവണ സീൽഡ് കവറിൽ ഇതുവരെ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ നൽകി. ആ സമയത്തെല്ലാം അത് പരിശോധിച്ച് സാറ്റിസ്ഫാക്ഷൻ രേഖപ്പെടുത്തി തന്നെയാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവുകൾ പാസാക്കിയത്. ആദ്യഘട്ടത്തിൽ ഈ SIT പോരാ എന്ന് പറഞ്ഞ് നിയമസഭ സ്തംഭിപ്പിച്ചവർ പിന്നീട് SITക്കൊപ്പം ചേർന്നു. പ്രത്യേകിച്ച് വാസുവും അതുപോലെ തന്നെ പത്മകുമാറും അടക്കം പ്രതിയാകുന്ന സാഹചര്യത്തിൽ SIT വളരെ കൊള്ളാം എന്ന നിലപാട് സ്വീകരിച്ചു. എന്നാൽ അടുത്ത കാലത്ത് SIT പോരാം, CBI വേണം, മറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വേണം എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ രംഗത്തിറങ്ങുന്നത് നമ്മൾ കണ്ടു. ഏതായാലും അന്വേഷണം ശക്തമായിട്ട് പോകട്ടെ. ഇപ്പോ ഇവിടെ ആരാണ് പോറ്റിയെ കയറ്റിയത്, എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ വസതിയിൽ പല പ്രമുഖർക്കും എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പരിവാരങ്ങളും എത്തിയത് എന്നതെല്ലാം പൊതുസമൂഹത്തിൽ നിരവധി ചോദ്യമുള്ളതാണ്. അപ്പൊ അത് 2014 മുമ്പ് തന്നെയാണ് പോയത്. UPA ചെയർമാനായിട്ട് സോണിയാഗാന്ധി പ്രവർത്തിക്കുമ്പോഴാണ് പോയത് എന്ന് ഒരു കൂട്ടം കോൺഗ്രസ് നേതാക്കന്മാർ സമ്മതിക്കുന്നു. ചില ആളുകൾ പറയുന്നു അത് 2019 ശേഷമാണെന്ന് പറയുന്നു. ഏതായാലും ഇവിടെ അടൂർ പ്രകാശ് പറഞ്ഞത് 2025 ഓഗസ്റ്റ് മാസം 20 ഒരു ജ്വല്ലറി ഉടമ ഒരു ആംബുലൻസ് കേരളത്തിന്റെ പോലീസിന് കൈമാറുന്ന സാഹചര്യത്തിൽ ആ ഒരു സാഹചര്യം ഉണ്ടായതിനു ശേഷമാണ് പോയത് എന്ന് പറയുന്നു. അത് മാധ്യമങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തുന്നൊക്കെ ഉണ്ടായി. അപ്പൊ ഏതായാലും അന്വേഷണം നടക്കട്ടെ, ചോദ്യം ചെയ്യൽ നടക്കട്ടെ, കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരട്ടെ. 2004 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ ശബരിമലയിലെത്തി, 2004 ആരാണ് കേരളം ഭരിച്ചുകൊണ്ടിരുന്നത്, അതുപോലെ തന്നെ ഇവിടെ കൃത്യമായി ശബരിമലയിലെ ഒരു ഉപശാന്തി ആണെങ്കിൽ പോലും സോണിയാഗാന്ധിയുടെ നമ്പർ 10 ജനപത് വരെ എത്താനുണ്ടായിട്ടുള്ള സാഹചര്യം എന്താണ്, അതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരട്ടെ. ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം കേന്ദ്രീകരിക്കുകയോ അല്ലെങ്കിൽ അന്വേഷണം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പോവുകയാണ് എന്നെല്ലാം പറഞ്ഞ് നുണ പ്രചരിപ്പിക്കുന്നത് ഈ അന്വേഷണം യഥാർത്ഥ ലക്ഷ്യ പൂർത്തീകരണത്തിലേക്ക് എത്തരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം നടക്കുമ്പോൾ മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് അധികാരമില്ല. എന്നാൽ സംസ്ഥാന ഗവൺമെന്റ് ഇത് CBIക്ക് കൈമാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിർബന്ധ ബുദ്ധിയോടെ ഇടപെടുന്നതുമെല്ലാം ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇതിലെ പ്രതികളെ സഹായിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകട്ടെ, ആരിലേക്കും അത് എത്തിച്ചേരട്ടെ. ശബരിമലയുടെ ഒരു തുണ്ട് സ്വർണമോ ഒരു തുകയോ ഒരു ചെറിയ തുക പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അത് നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ആരൊക്കെയാണ് അതിന് നേതൃത്വം കൊടുത്തത്, ആരൊക്കെ അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്, അവരെല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള ശക്തമായിട്ടുള്ള നടപടിക്രമം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തുമ്പോൾ അതിന് പൂർണ്ണമായി ഗവൺമെന്റ് പിന്തുണ കൊടുക്കുകയാണ്. ശരി, വളരെ നന്ദി അരുൺകുമാർ ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചു.